എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ടർക്കിഷ് എഗ്സ് ആണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഗ്രീക്ക് യോഗേർട്ടാണ്. ഗ്രീക്ക് യോഗേർട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫാറ്റ് ഇല്ലാത്ത പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഗ്രീക്ക് യോഗേർട്ടാണ്. പല രീതിയിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ സാധാരണ യോഗേർട്ട് ഒന്ന് അരിച്ച് എടുക്കുന്നതാണ് ഗ്രീക്ക് യോഗേർട്ട്. അതായത് ചീസ് ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് അതിൽ എക്സ്ട്രാ വെള്ളവും ലാക്ടോസും ഷുഗറും ഒക്കെ മാറ്റി അതിൻ്റെ ഏറ്റവും ഗുണമുള്ള കാര്യം എടുക്കുന്നതാണ് ഗ്രീക്ക് യോഗേർട്ട്. അപ്പോൾ നമ്മളൊരു 5 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടോ ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഈ യോഗേർട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ യോഗേർട്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ പുളിയും ഒക്കെ കൂടുതലായിരിക്കും, പക്ഷേ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഞാനിപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. മല്ലിയിലയ്ക്ക് പകരം പാഴ്സലി ലീവ്സോ ദില്ലി ലീവ്സോ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ യോഗേർട്ട് സോസ്. അപ്പോൾ ഈ ഒരു ഡിപ്പ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് ആ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എഗ്ഗ് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഓത്തൻറ്റിക് ആയിട്ടുള്ള ടർക്കിഷ് എഗ്സിൽ നമ്മൾ എഗ്ഗ് പോച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എഗ്ഗ് ഡയറക്റ്റായിട്ടുള്ള ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചിട്ട് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ഒരു എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് സെറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഒരു 4 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം എഗ്ഗിൻ്റെ യോക്ക് പൊട്ടിയും പോയിട്ടില്ല. അപ്പം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നോർമലായിട്ടുള്ള ബുൾസൈ ഉണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഇതൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചില്ലി ഓയിൽ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്ക് പാപ്രിക്കയാണ് ചേർക്കുന്നത്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്താൽ ചില്ലി ഓയിൽ റെഡിയാകും. ഇനി എഗ്ഗ് പോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ പാനിൽ ബുൾസൈ പോലെ ആക്കിയെടുത്താലും മതി. ഇതിലേക്ക് ഉപ്പ് കുരുമുളക്. എഗ്ഗ് എടുക്കുമ്പോൾ ഒരുപാട് കുക്ക് ചെയ്യാതെ എടുക്കാൻ ശ്രദ്ധിക്കുക. മറിച്ചിടാതെ വേണം അത് എടുക്കാനായിട്ട്. ഉപ്പും കുരുമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ചില്ലി ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഒഴിക്കുന്ന ചില്ലി ഓയിൽ. അപ്പോൾ ഇതാണ് ഒരു എക്സ്ട്രാ ടേസ്റ്റ് നമ്മുടെ ടർക്കിഷ് എഗ്സിന് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു സെർവ് ചെയ്യുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ യോഗേർട്ട് എടുത്തു കൊടുക്കുക. ഇത് 4 പേർക്കുള്ള അളവിലാണ് ഞാൻ യോഗേർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ യോഗേർട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. 2-3 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പോച്ച്ഡ് എഗ്ഗും ബുൾസൈയും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡ് ഇഷ്ടമുള്ള ബ്രെഡ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ സൗഡോ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. സൗഡോ ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡാണ്. അധികം കാർബ്സ് ഒന്നുമില്ല. നല്ല ഈസ്റ്റൊന്നും ചേർക്കാത്ത ബ്രെഡാണ്. അപ്പോൾ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ. ഗ്ലൂട്ടൻ അധികം ഇല്ല. അപ്പോൾ നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതാണ് നമ്മൾ ഈ ഒരു ടർക്കിഷ് എഗ്സിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. ഇനി ഈ ബ്രെഡ് ഇല്ലാതെങ്കിൽ നോർമലായിട്ടുള്ള നമ്മുടെ സാധാരണ ബ്രെഡ് എടുത്തിട്ട് ടോസ്റ്റ് ചെയ്താലും മതി. അങ്ങനെ നമ്മൾ ബ്രെഡും ടോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചില്ലി ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു ഗാർലിക് ഫ്ലേവറിലുള്ള യോഗേർട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ആ ഒരു ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്